ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ, മഴക്കാലത്തെ മഴ തന്നെ കാര്യമെന്നുള്ള കമൻറ്റൊന്നും വേണ്ട, മഴ ഉണ്ട്. അപ്പോൾ മഴ ഞാൻ പറഞ്ഞു, മഴ കാണുമ്പോൾ തന്നെ നമ്മൾ പ്ലാനുകളൊക്കെ ആകെ തകിടം മാറിയിട്ടോ. അല്ലെങ്കിൽ സ്കൂളുള്ള ടൈമുകളിൽ മൊത്തം വെയിലായിരിക്കും. സ്കൂളില്ലാത്ത 2 ദിവസം കിട്ടിയാലോ അന്നില്ലാത്ത മഴയില്ല, മഴയായിരിക്കും കേട്ടോ. അപ്പം ഉള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്. മൺഡേ ടു ഫ്രൈഡേ നല്ല വെയിലായിരിക്കും. എന്നാൽ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഒടുക്കത്തെ മഴ. അപ്പോൾ എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള കോലല്ല, കാരണം മഴയത്ത് മുറ്റത്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ അടുത്താണ് കേട്ടോ ഓഫീസൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. 1 വീക്ക് ആയിട്ടുള്ളൂ. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ജനാലൊക്കെ വന്ന് നോക്കുമ്പോൾ നിറയെ നമുക്ക് പല്ലിയുടെ കാഷ്ടം കൊണ്ട് നല്ല ശല്യമുണ്ട് കേട്ടോ. ഏ അത് പോകാനുള്ള യൂട്യൂബിൽ നിന്ന് കുറേ ടിപ്പുകളൊക്കെ നോക്കി അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കുറവുമില്ല കേട്ടോ. എപ്പോഴും പല്ലി ഉണ്ടാവും. വലിയൊരു ശല്യക്കാരനാന്ന് പറയുന്ന പോലെ തന്നെ നമുക്കതൊരു ശല്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ജനാലകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ആ തലയണ വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടി എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പല്ലി പോകേണ്ട മരുന്ന് എന്തെങ്കിലും അറിയിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം പല്ലിയും കൊണ്ട് ചില്ലറ ശല്യമൊന്നുമല്ല. നമ്മൾ കിച്ചണിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ഒക്കെ പല്ലി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഓഫീസൊക്കെ ക്ലീൻ ചെയ്ത് വന്ന് പിന്നെ ഞാനങ്ങനെ വേറുള്ള റൂമുകളൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാസം ഫസ്റ്റ് നമ്മൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് മേടിക്കുമല്ലോ, അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ബോട്ടിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കടയിൽ നിന്ന് മേടിക്കാനല്ല പണി, വീട്ടിൽ വന്നിട്ട് ഇത് അതായത് ബോട്ടിൽക്ക് ആക്കി വെക്കാനാണ് കേട്ടോ പണി. ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ കൊടുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വെക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ അപ്പോഴന്നെ അതായത് പാത്രങ്ങളിലേക്ക് ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം. പിന്നെ അരിയും പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് കടല അങ്ങനെ ഇപ്പോൾ ചായപ്പൊടി പഞ്ചസാര അങ്ങനത്തെയൊക്കെ ഉണ്ടോ കാണിക്കുന്നത്. പിന്നെ ഞാനത് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ മസാല, മീറ്റ് മസാല, ഫിഷ് മസാലയൊക്കെ മേടിക്കുന്ന കവറിൻ്റെ മുകളിലുള്ള സാധനം കട്ട് ചെയ്തിട്ട് നമ്മൾ അത് ബോട്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ നെയിം. കാരണം നമുക്ക് പെട്ടെന്ന് അറിയാലോ, നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ സ്കൂളിൽ പോണ ടൈമിൽ ഹറിബറി ആയിട്ടുള്ള ടൈമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും മസാലകൾ മസാലപ്പൊടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ 3 ബോട്ടിലുമേ ഫിഷ് മസാല, അതുപോലെ ചിക്കൻ മസാല, മീറ്റ് മസാല, പിന്നെ ഗരം മസാല അങ്ങനെയുള്ളതൊക്കെ എഴുതി വെക്കട്ടെ. നമുക്ക് പണി എളുപ്പമാണെങ്കിലും ജസ്റ്റ് ഷോക്കേസൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാവശ്യമുള്ള വെച്ചാൽ പെട്ടെന്ന് എടുക്കാമല്ലോ. അല്ലെങ്കിൽ പൊടി ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണ്ട, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീടിരിക്കുന്ന ടൈമിൽ തന്നെ ചെയ്ത് വെച്ചതാണ്. എന്നാൽ ആ സ്റ്റിക്കർ ഇളകിയ കാര്യങ്ങളോ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വീടിരുന്നിട്ട് ഒരുപാട് വർഷമായി. ആ സ്റ്റിക്കറൊന്ന് മങ്ങയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അന്ന് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഓൾറെഡി നമ്മൾ മേടിച്ചതിൽ കുറച്ച് ഉഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാക്കിലോ ഉഴുന്നാണ് കേട്ടോ ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്കത് തികയൊന്നുമില്ല, ലാസ്റ്റ് ആകുമ്പോഴേക്കും പിന്നെ ഞാൻ കൊണ്ടുവരും കേട്ടോ. കാരണം കൊടുന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഉറയം കുത്തുക പറയില്ലേ, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ അത് കുത്തിട്ടു. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കുറച്ചേ മേടിച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ നമ്മളെ വീട്ടിലുണ്ട്, സൺഫ്ലവർ മേടിച്ചതുണ്ട്. അപ്പോൾ 1 ലിറ്റർ ഓയിലും കൂടെ മേടിച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ഇനി സ്കൂളൊക്കെ ഉള്ളതല്ലേ, 4 മണിക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ വേണമല്ലോ. അപ്പോൾ ജസ്റ്റ് 1 ലിറ്റർ പാം ഓയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ വെളിച്ചെണ്ണ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാലും അതിനേക്കാളും അത് നല്ല വെളിച്ചെണ്ണ, നമുക്ക് നല്ല ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് 1 ലിറ്റർ ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ബെഡ് ചെയ്ത തൈ വാങ്ങി വെച്ചതാണ് കേട്ടോ. നമ്മളുടെ അമ്പാഴങ്ങ എപ്പോഴും തന്നെ ഒരുപാട് കായ്ച്ചിട്ടുണ്ടാവും. അതുപോലെ ചെറിയ കുഞ്ഞു തൈയാണ്, കണ്ടില്ല, ഹൈറ്റ് കുറഞ്ഞ നല്ല കുഞ്ഞു തൈയാണ് കേട്ടോ. അതിനകത്താണെങ്കിൽ ഒരുപാട് കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ഞാൻ രാവിലെ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ നമ്മളുടെ ബാക്ക് സൈഡിൽ അത്യാവശ്യം പുല്ലുണ്ട് കേട്ടോ, ചെറിയ ചെറിയ പുല്ലുണ്ട്. മരുന്നടിക്കാനായാണ് ഈ സാറ്റർഡേ സൺഡേക്ക് ലീവല്ല വെയിലില്ലാത്ത ദിവസം നോക്കുന്നത് കേട്ടോ. വെയിലില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് പുല്ലിന് മരുന്നടിച്ച് കഴിഞ്ഞാൽ അത് 2 ദിവസം ആകുമ്പോഴേക്കും ഉണങ്ങി പോകുമല്ലോ. നമ്മളുടെ ഫ്രണ്ടേജിലൊക്കെ അങ്ങനെ പുല്ലുണ്ടായിരുന്നു. ഞാനതിങ്ങനെ മരുന്നടിക്കലാണ് ചെയ്യാറ്. പറിക്കാനോ അല്ലെങ്കിൽ ചെത്തിക്കോരാനോ ഉള്ള ടൈമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അങ്ങനെ അമ്പാഴങ്ങയൊക്കെ ഫുള്ള് പറിച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൻ്റെ കോലെന്ന് പറയുന്നത്. അത്യാവശ്യം തന്നെ പുല്ലുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ബഡ് ചെയ്ത തൈകളൊക്കെ ഉണ്ട്, സപ്പോട്ട, അതുപോലെ പിന്നെ അമ്പാഴങ്ങ, പിന്നെ ഓറഞ്ച്, ചെറിയ നീലം മാങ്ങ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ വിചാരിച്ചു കറുകത്തും ചേനയും ഉപ്പേരി വെക്കാന്നുള്ളത്. അപ്പോഴാണ് അന്ന് സാറ്റർഡേ ആണല്ലോ, കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്.
അങ്ങനെ ഞാൻ അവർക്ക് ഒരു തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. പിന്നെ പപ്പായും കറുകത്തും ഒക്കെ വെച്ചത് നമ്മൾ വൈകുന്നേരത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് വേഗം ഉച്ചയുടെ ടൈമിൽ കുറച്ച് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല ഫ്രൈഡ് റൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുത്തച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടുന്ന് കുറച്ച് വിട്ടിട്ടാണ്. അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുത്തച്ഛൻ്റെ മക്കൾ നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ രണ്ടാളും കൂടെയാണ് ഉണ്ടാക്കുന്നത്. മുത്തച്ഛന് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അവർ രണ്ടും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവരെപ്പോഴും വീട്ടിൽ വരുമ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, മേമ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ കിച്ചണിൽ ഇറങ്ങും. പക്ഷേ വായിക്ക് വെക്കാനും കൊള്ളത്തില്ല കേട്ടോ. അങ്ങനെയാണ്, എന്തുണ്ടാക്കിയാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പണ്ട് കാലങ്ങളിൽ പറയുമെങ്കിലും അന്ന് ഉണ്ടാക്കണമെന്നും വായക്ക് രുചി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ഫുഡിൻ്റെയൊക്കെ എക്സ്പേർട്ടാണ് കേട്ടോ. പായസമാണെങ്കിലും അതുപോലെ ഫുഡാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കും. കല്യാണത്തിന് മുമ്പാണ് അവർക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊന്നും ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ ഇന്നവർ നമ്മളുടെ കുനാഫ സേമിയം വെച്ചിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മൾ പായസം അപ്പൊക്കെ അവർ രണ്ടാളും പോയി പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ പായസമൊക്കെ കൂടി കഴിഞ്ഞു. പിന്നെ നമ്മളവിടെ നമ്മളെ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.